This is going to be a +1 commerce in the exam review vlog. എനിക്ക് ഇക്കൊല്ലം ഏറ്റവും ടഫസ്റ്റ് എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ എക്കണോമിക്സ് ആയിരുന്നു. ഞാൻ മാത്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ ദിവസമേ പ്രിപ്പയർ ചെയ്യാനുള്ളൂ അതിന്. ആൻഡ് ദർ വാസ് ലൈക്ക് 16 ചാപ്റ്റർ. പക്ഷെ അത് നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പാടില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ ഐ വാസ് എ ബിറ്റ് സിക്ക്. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അവസാനത്തെ 3 എക്സാമിന് വീഡിയോ ആയിട്ടില്ലല്ലോ. ആൻഡ് ഓൾസോ എക്സാം അടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒന്നാമത് ഒരു ചെറിയ എക്സാം റിവ്യൂ പോലെ, രണ്ടാമത് ഇനി എൻ്റെ പ്ലാൻ എന്തൊക്കെയാണ്, ആൻഡ് +2 ഞാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്, ആൻഡ് മൂന്നാമത്തത് ഞാനിപ്പോൾ വെക്കേഷനിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ്ലി എക്സാം കഴിഞ്ഞ പാട് ഞാൻ എന്ത് ചെയ്തു, ഫ്ലാഷ് ബാക്ക്. കൊയിലാണ്ടിക്കാരാണെങ്കിൽ അറിയണ്ട, പിഷാരികാവിൽ അമ്പലത്തിലെ ഉത്സവം. സോ ഒരു 5-6 ദിവസം അങ്ങനെ അങ്ങ് പോയി. സാധനം കാണിച്ചു തരാം. എക്സാം കഴിഞ്ഞേരം ഞാൻ എൻ്റെ റൂം മൊത്തം റീഓർഗനൈസ് ചെയ്തു. ആൻഡ് സ്റ്റിൽ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് എൻ്റെ കലാവിരുതാണ്. ഇറ്റ് ലുക്സ് ബെറ്റർ അറ്റ് നൈറ്റ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അപ്പോൾ നൈറ്റ് ടൈം ഇറ്റ്സ് വെരി കോസി. ഇപ്പം ഇത് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും. ആൻഡ് +1നെ കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് ഐ മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്ക് ദിസ് ഇയർ. കുറേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എൻ്റെ മാർക്ക് ആയിക്കോട്ടെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ആസ് ഐ സെഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോ, നമ്മൾ അത്രയും കാലം നല്ലോണം പോയിക്കൊണ്ടിരുന്നു. നല്ലോണമല്ല, ഐ വാസ് ലൈക്ക് അറ്റ് മൈ പ്രൈം. ആൻഡ് ദെൻ ഒരു ഡൗൺഫോൾ ഉണ്ടാവില്ല, അതൊക്കെ. ആൻഡ് ഐ ലേൺ ഹൗ ടു കോപ്പ് വിത്ത് ഇറ്റ്. സോ എക്കണോമിക്സിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ബാക്കിയെല്ലാം ഏകദേശം നല്ലോണം പോയിട്ടുണ്ട്. ആൻഡ് അക്കൗണ്ടൻസി ആക്ച്വലി അത്യാവശ്യം നല്ല പേപ്പറായിരുന്നു. ആൻഡ് അക്കൗണ്ടൻസിക്ക് വേണ്ടി ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് എനിക്ക് ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു സം റീസൺ. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം. സോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ മെയിൻലി എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമാണ്. പക്ഷേ എക്സാം +1 തുടക്കത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ട്യൂഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായില്ല. അതിന് അപ്പോൾ എൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ ഞാൻ ഓഫ്ലൈൻ ട്യൂഷൻ പോയിട്ടും അവസാനത്തേക്ക് ഞാൻ ക്വിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ കൂടുതൽ റെഫർ ചെയ്തത് ഓൺലൈൻ ലൈക്ക് യൂട്യൂബിലുള്ള വീഡിയോസാണ്. സോ ഐ തോട്ട് വീഡിയോസ് കണ്ട് തന്നെ +1 പഠിക്കാമെന്ന്. പക്ഷേ ദാറ്റ് വാസ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. പിന്നെ എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ല. അപ്പോഴാണ് ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്യുന്നത് ഒരു സെപ്റ്റംബറിൽ. അപ്പോഴാണ് ഞാൻ ഓൺലൈൻ ട്യൂഷൻ ജോയിൻ ചെയ്യുന്നത്. +1 ഓഫ്ലൈൻ ട്യൂഷൻ തന്നെ പോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ട്യൂഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ +1 വരുന്ന സമയത്ത് നമ്മൾ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. സോ SCERT എന്നുള്ളൊരു സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഗൈഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂളിലെ ക്ലാസ്സസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരാളായിരിക്കണം. ട്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ +1 എക്സാമിൻ്റെ സ്റ്റഡി ലീവ് ഉണ്ടല്ലോ, അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻ്റർവെൽ ലേണിംഗ് ആപ്പിൻ്റെ ട്യൂഷനെ കുറിച്ച് കേൾക്കുന്നത്. ടീമിനെ കോൺടാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം 1-on-1 ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 1 ടീച്ചർ ഫോർ 1 സ്റ്റുഡൻറ്റ്. അതായത് നമ്മളും ടീച്ചറും മാത്രമേ നമ്മളെ ട്യൂഷൻ്റെ ടൈമിൽ ഉണ്ടാവും. ലൈക്ക് പൊതുവേ ട്യൂഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് ലൈവ് ആണല്ലോ ഉണ്ടാവുക. സോ നമുക്ക് വേണ്ട സ്പെഷ്യൽ അറ്റൻഷൻ അവിടെ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് കുറേ പേര് ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു. ആൻഡ് സത്യമായിട്ടും ക്ലാസ്സസിൽ ഭയങ്കര കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ടീച്ചേഴ്സ് നമ്മൾ അതേ ഒരു വൈബിന് മാച്ച് ആവുന്ന ആൾക്കാരാണ്. ആൻഡ് ഈ കോഴ്സ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ് ഋത്വിക. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാത്തിലും കസ്റ്റമൈസേഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആൻഡ് ഇവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ വളരെ കസ്റ്റമൈസബിൾ ആണ് ഇവരുടെ ക്ലാസ്സസ്. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇവരുടെ ഡെമോ ക്ലാസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് റാദർ ദാൻ നമുക്ക് ജസ്റ്റ് ഒരു ടീച്ചറിനെ അസൈൻ ചെയ്ത് നമുക്ക് ക്ലാസ് തരുന്നതിന് പകരം ആദ്യം തന്നെ ഇവർ നമ്മളെ അസസ് ചെയ്യും. അതായത് നമ്മളെ വീക്ക് പോയിന്റ്സ് എവിടെയൊക്കെയാണ്, നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ തരേണ്ടത് എവിടെയാണ്, കൂടുതൽ ക്ലിയർ ആക്കേണ്ടത് എന്തൊക്കെയാണ്. ആൻഡ് ഈ ഒരു രീതിയിൽ എന്നിട്ട് നമ്മളെ ഒരു കറക്റ്റ് അസസ്മെൻ്റ് എടുക്കും. ആൻഡ് രണ്ടാമത് ടീച്ചേഴ്സിന് അസൈൻ ചെയ്യുന്ന സമയത്ത് ഇവർ ആദ്യം തന്നെ നോക്കും
ലൈക്ക് ഈ ഒരു ടീച്ചർ നമുക്ക് കംഫർട്ടബിൾ ആണോ ആൻഡ് നമുക്ക് ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നുണ്ടോ. സോ അതൊക്കെ നോക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടീച്ചേഴ്സിനെ അസൈൻ ചെയ്യും. ആൻഡ് പിന്നെ കൺവീനിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ തന്നെ ഇവരോട് ആദ്യം പറഞ്ഞ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ദിവസം സ്കൂൾ വിട്ട് ലൈക്ക് 1.5 hours നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. ആൻഡ് ഓൾസോ നമുക്ക് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒരു സ്കൂളിലിരിക്കുന്ന ഫീൽ, ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാം ആൻഡ് അതിന് നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് ടീച്ചർക്ക് മനസ്സിലാവും, നമ്മൾ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ആൻഡ് എവിടെയാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് സ്കൂളിലുള്ള പോലെ തന്നെ നോട്ട്സും ഷോർട്ട് നോട്ട്സും പിന്നെന്താ സ്ലൈഡ് വെച്ചിട്ടും ഇവർ ക്ലാസ് എടുക്കും. ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സാംസും ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യും. അനദർ തിങ് ഇസ് ദാറ്റ് നമുക്കിപ്പോൾ ഒരു വിഷയത്തിന് മാത്രമാണ് കൂടുതലും ഫോക്കസ് വേണ്ടത്, അവിടെ മാത്രം ട്യൂഷൻ മതി, അങ്ങനെയും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലത്ത് പല സ്ഥലത്തും പാക്കേജ് ആയിട്ടാണ് ട്യൂഷൻ വരുന്നത് എല്ലാ സബ്ജക്റ്റിനും കൂടി. പക്ഷേ ദിസ് ഇസ് ലൈക്ക് എ വെരി ഗുഡ് ഓപ്ഷൻ ഇഫ് യു ഓൺലി വാണ്ട് ട്യൂഷൻ ഫോർ 1 or 2 സബ്ജക്ട്. ഇവരെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് മുതൽ +2 വരെ ഉള്ള എല്ലാ ക്ലാസ്സസിലെ സ്റ്റുഡൻസിനും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, എല്ലാ സിലബസിനും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദിസ് ട്യൂഷൻ ദെൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എനിക്കിനി +2ൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 10 daysനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് വീഡിയോസ് അബൌട്ട് ദാറ്റ് ടു.